പ്രോഗ്രാം വിളിക്കണം, എല്ലാവരും അതാത് പ്രദേശങ്ങളിലേക്ക്. അബ്ദുറഹ്മാൻ അൽ ഖാസിമി നിർദ്ദേശം കൊടുത്തു, എല്ലാവരും ആ സമസ്ത സ്ഥാപക ദിനത്തിന് പരിപാടി നടത്തണമെന്നിട്ട്. അപ്പൊ അതനുസരിച്ച് ഞങ്ങളൊരു സൗകര്യമായൊരു ദിവസം നോക്കുമ്പോൾ അത് സമസ്തയുടെ ഒരു കറാമത്ത് എന്ന് പറയാം, ഈ സ്ഥാപക ദിനത്തിന്റെ അന്നൊക്കെ എത്തുകയാണ്. സത്യത്തിൽ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് കോരിത്തരിച്ചു എന്ന് പറയാം. അള്ളാഹു അത് നമുക്ക് കബൂലാക്കട്ടെ. മറ്റൊന്ന്, ഇന്ന് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 1 വർഷം തികയാണ്. കഴിഞ്ഞ ദുൽഹജ്ജ് 19 അന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഇന്ന് 11 മണിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയൻ ഷഫീഖ് പൈസയും ഞങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു മൗലിദും ദുആയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അനിയനോട്, ഇവിടെ മൗലിദും പാരായണവും ഒക്കെ നടക്കട്ടെ, അവിടെ ഇൻഷാ അല്ലാഹ് കൈമണക്ക് കൊടുക്കാതെ ഉസ്താദുമാരെ അവർക്ക് അവിടെ ഇരുത്തിയിട്ട് ഉമ്മാക്ക് വേണ്ടി ലാസ്റ്റ് ആ ദുആയുടെ കൂട്ടത്തില് അതൊരു ഭാഗ്യം. കാരണം ഒരുപാട് സമസ്തയുടെ പ്രവർത്തകർക്ക് എൻ്റെ ഉമ്മ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാപ്പ കായംകുളത്ത് ആദ്യകാല റേഞ്ച് ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബർക്കത്താണ്. ഞാൻ കൂടുതൽ മുഖവരിയൊക്കെ കിടക്കുന്നില്ല. ഇങ്ങനൊരു വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ തികച്ചും എന്നെക്കാൾ അറിവുള്ളവരും ബോധവാന്മാരുമാണെന്ന് എനിക്കറിയാമെന്ന ഉത്തമ ബോധ്യത്തോടെ ഞാൻ കണ്ടെത്തിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തി തരുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ സബ്ജക്റ്റ്, നാസ്തികതയും ബൈബിള് നമ്മൾ ആദരിക്കേണ്ടത് ആദരിക്കണം. ക്രൈസ്തവരെ നമ്മുടെ സഹോദരങ്ങളാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ആശയപരമായ ഭിന്നിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും മാനസികമായ അകൽച്ച നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അന്വേഷണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കത് തിരുത്തി തരിക എന്നതാണ് പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഒന്ന്, അത് എല്ലാ മതങ്ങളെയും മുമ്പിൽ നേരിടുന്ന പ്രശ്നം ഒന്ന് നാസ്തികതയാണ്. നാസ്തികത എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധമാണ്. ദൈവമില്ല, അല്ലെങ്കിൽ അള്ളാഹു ഇല്ല, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നതാണ് വാദം. അതിന് അവർക്കൊരു തൗഹീദുണ്ട്. ഇപ്പം ഒരു മുസ്ലിം ആകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുമ്പോഴല്ല വിശ്വസിക്കുക, പറയുക. ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ദൈവം 3 ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3 കൂടിയ യഹോവയായ പിതാവ്, യേശുക്രിസ്തുവായ പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ഗബ്രയേൽ, ഇത് 3 കൂടിയ ഒന്ന്. ദൈവം ആളത്വത്തിൽ 1, വ്യക്തിത്വത്തിൽ 3, അതാണ് ട്രിനിറ്റി എന്ന് പറയാം. ഇത് 3 കൂടിയ ഒന്നാണ് എന്ന് വിശ്വസിച്ചെങ്കിലേ അവർ ക്രിസ്ത്യാനിയാവും, നമ്മുടെ സഹോദരങ്ങൾ. മാത്രമല്ല ഒന്നുകൂടി അവരുടെ അടിസ്ഥാനം അവരുടെ തൗഹീദിൽപ്പെട്ടതാണ്. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ വെച്ച് പിലാത്തോസിന്റെ വിചാരണയ്ക്ക് വിധേയനായി കുരിശിൽ തറയ്ക്കപ്പെട്ടു. അങ്ങനെ കുരിശിൽ വെച്ച് മരിച്ച ആ സമയത്ത് ശരീരത്തിൽ നിന്ന് വാർന്ന രക്തത്തോടു കൂടി ആദമും ഹവ്വയും സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്ത ആ പാപത്തിലാണ് സർവ്വ മനുഷ്യരുമുള്ളത്. ദൈവം മനുഷ്യരൂപം കൊണ്ട് 2000 കൊല്ലം മുമ്പ് വിശുദ്ധ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ വന്ന് ആ മറിയം പ്രസവിച്ച ദൈവമാണ് യേശു. ആ ദൈവത്തിന്റെ മരണത്തോടുകൂടി മനുഷ്യന്റെ പാപം പരിഹരിച്ചു. അപ്പൊ രക്ഷ എന്നത് ആ യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെയാണ് എന്നത് അവരുടെ തൗഹീദാണ്. അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനിയാവില്ല. അതിനകത്ത് പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, കത്തോലിക്കരുണ്ട്, മാർത്തോമക്കാരുണ്ട്, പെന്തിക്കോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗം ഉണ്ടെങ്കിൽ ഉസൂല് ഒന്നാണ്. ഫറയിൽ മാത്രമാണ് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ മുസ്ലിങ്ങളുടെ തൗഹീദ് ഉള്ളതുപോലെ ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ഒരു തൗഹീദ് ഉണ്ട്, അവിടെ വിശ്വാസം. ഹിന്ദുക്കളുടെ വിശ്വാസം എന്താ? അതിനകത്ത് ദൈവമില്ല എന്നതും വിശ്വസിക്കുന്ന ഒരു ഹിന്ദുക്കളുണ്ട്, ചാർവകന്മാരെന്ന് പറയും. ഭാരതത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ചാർവകന്മാർ. അവർ ദൈവം ഇല്ലെന്ന് പറയുന്നവരാ. അവർ ഹിന്ദുക്കളാണ്. ദൈവം ഉണ്ടെന്ന് പറയുന്നവർ ഹിന്ദുക്കളാണ്. കൃഷ്ണനെ ദൈവമായി കാണുന്നവര് ഹിന്ദുക്കളാണ്. അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തെയാണ് ഹിന്ദു എന്ന മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ പറട്ടെ, ഹിന്ദു എന്ന പദം റഫറൻസ് ഞാൻ പരിശോധിച്ചത് പറയാം. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന നെഹ്റുവിന്റെ പുസ്തകത്തിലും നെഹ്റു പറയുന്നത് സാമം, അഥർവം, യജുസ്, ഋഗ്വേദം 4 വേദഗ്രന്ഥങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത്.
സാമവേദം, യജുർവേദം, ഋഗ്വേദം, അഥർവവേദം. അതിൽ ഏറ്റവും പഴക്കമുള്ളതാണ് ഋഗ്വേദം. അതിന് 3000 മുതൽ 3500 വർഷത്തെ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടും. ഈ 4 വേദങ്ങൾ കൂടാതെ മഹാഭാരതം, രാമായണം എന്നത് അതിന്റെ ഇതിഹാസങ്ങളാണ്. ഇതിനകത്തൊന്നും ഹിന്ദു എന്ന പദമില്ല. സിന്ധു എന്ന നദിയുടെ അപ്പുറത്ത് താമസിച്ചിരുന്ന ഇറാനികള് പേർഷ്യക്കാരായ ഇറാനികള് സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി വിളിച്ച പേരാണ് ഹിന്ദു എന്നത്. സാ അവർക്ക് വരില്ല. സായ്ക്ക് പകരം അവർ സായാണ് പറയുക. അപ്പൊ സിന്ധു എന്നത് ഹിന്ദു. അതുകൊണ്ട് ഹിന്ദു എന്ന പദം യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് പേർഷ്യക്കാരെ സിന്ധു നദിയുടെ അപ്പുറത്ത് താമസിക്കുന്നവരെ വിളിക്കാൻ ഉപയോഗിച്ച പേരാണ് എന്ന് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലും MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ ധാരാളം ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും അവരുടേതായ രീതിയിലാണ്. ഇനി നമ്മുടെ ദൈവമില്ല എന്ന് പറയുന്ന രവിചന്ദ്രന്റെയും റിച്ചാർഡ് എന്ന പാശ്ചാത്യന്റെയും ഡോക്കിൻസിന്റെയും ഒക്കെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അവരുടെ തൗഹീദ് ഇതാണ്. ദ ആബ്സെൻസ് ഓഫ്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഖുർആന്റെ ആയത്ത് താഴെ വരും. അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു കട്ടി തോന്നും. അപ്പൊ ഖുർആന്റെ ആയത്ത് താഴെ വരുന്നത് കൊണ്ട് ആ തുടക്കം മുഖവുര ഒന്ന് വേവാനെടുക്കുന്ന ഒരു സമയമായി നിങ്ങൾ കണക്കാക്കുക. വെന്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പൊ എന്റെ നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റ് വന്നാൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം. ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഇതാണ് അവരുടെ തൗഹീദ്. എന്ന് വെച്ചാൽ അതിന്റെ മുബത്തത ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവ്. ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. ഉണ്ട്, തെളിവ് ഇല്ല എന്നത് എവിഡൻസ് ഓഫ് ആബ്സെൻസ് ഇല്ല എന്നതിന്റെ തെളിവാണ്. നമ്മളിപ്പോ മന്ദിക്കൊക്കെ ഓതിയതാണ്, മജാസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ അവിടെ ഈ വളഞ്ഞു പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അൽ ഇൻസാനു യഉകുലു ദീക അദ്ദീഖു യഉകുലു റൗസ. അപ്പൊ നതീജ എന്താ? അൽ ഇൻസാനു യഉകുലു റൗസ. അപ്പോ മജൂസുകാർക്ക് അറിയാം, ഞാൻ രാത്രി ഓതി ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്നാണ് പിന്നെ മന്ദിക്ക് പഠിച്ചത്, പിന്നെ കിതാബ് ഓതാൻ പോയത്. കാരണം എനിക്ക് രാവിലെ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, മദ്രസയിൽ പോകുന്നുണ്ട്. ആ സബ്ജക്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതും. അപ്പൊ അതിനൊരു നെത്തീജ ഉണ്ട്. അൽ ഇൻസാനു യഉകുലു റൗസ എന്നതിലേക്ക് എത്തിച്ച് ഇവിടെ ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഒരു വസ്തു ഇല്ല എന്നതിന്റെ, ഉണ്ട് എന്നതിന്റെ തെളിവില്ലായ്മയാണ് ഇല്ല എന്നതിന്റെ തെളിവ്. അതുകൊണ്ട് ദൈവമല്ല, പെട്ടെന്ന് ഉണ്ടായിന്ന. ഇനി ദൈവം ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് എഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം മാർഗം. നമ്മുടെ MN കാരശ്ശേരി മലയാളത്തിലെ അദ്ദേഹം ഉണ്ടോ എന്ന ആളാണ്, ഇഷ്കാലിന്റെ ആളാണ്. രണ്ടാമത് നമ്മുടെ നെഹ്റു, അദ്ദേഹം പറയുന്നത് ഞാൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാവാം. അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് നെഹ്റു. അപ്പൊ ഇതാണ് ഈ പറയപ്പെട്ട വിഭാഗങ്ങളിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ വിഭാഗക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഖുർആനിൽ തെളിവുണ്ടായിരുന്നു. അവിടെ ഖുർആനും പ്രവാചകനും എങ്ങനെയാണ് ഇതിനെ ഡിഫൻസ് ചെയ്തത് എന്നത് ഈ കാലഘട്ടത്തില് തീർച്ചയായും അതിന്റെ പ്രസക്തി ഉണ്ട്. നമ്മളത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അത് നമ്മൾ കൂടുതൽ പഠിക്കുകയും ഗവേഷണം ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുനർജന്മം നിഷേധിച്ചവരുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും സംഭവിക്കില്ല, പോയി. അപ്പോ ഇയാൾ തഫ്സീറിൽ കാണാം, തബരീലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ശ്മശാനത്തിൽ ചെന്നിട്ട് ഒരു അസ്ഥി എടുത്തിട്ട്, ഈ അസ്ഥി ഇങ്ങനെ പഴയ ഒരു അസ്ഥിയാണ്, എടുത്തിങ്ങനെ കൊണ്ടുവന്ന് കയ്യിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചു. പൊടിച്ചിട്ട് ഇങ്ങനെ ഊതി. മുഹമ്മദ് ഇതാണോ ഇയാൾ പറയുന്ന യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ? ഇതാണോ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാ യൗമിക്കും ഹാദാ? ആദ്യത്തെ ആയത്ത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ആയത്ത് സൂറത്ത് സുമറിലാണ്. ആദ്യത്തെ ആയത്ത് എവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ അവര് നബിയുടെ മുമ്പ് ചോദിച്ചു, ഇതെങ്ങനെയാണ് പരലോകത്ത് വരിക?
അവിടെ ഖുർആൻ സ്വീകരിച്ചൊരു മറുപടി നമുക്കൊക്കെ അറിയാം. ആയത്ത് وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ قُلْ يُحْيِيهَا الَّذِي أَنْشَأَهَا أَوَّلَ مَرَّةٍ. നബിയെ, وَضَرَبَ لَنَا مَثَلًا, അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു. വനസിയ, ആ യുക്തിവാദി മറന്നുപോയി, പുനർജന്മ നിഷേധി മറന്നുപോയി. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പ്. ഖാല, അവൻ ചോദിച്ചു, മൻ, ആരാണ്, യുഹ്യിൽ ഇളാമ, ഈ അസ്ഥിക്ക് ജീവൻ കൊടുക്കുന്നത്, വഹിയ, ആ അസ്ഥി റമീം, നിർജീവമാണ്, പൊടിഞ്ഞതാണ്. അപ്പൊ പൊടിഞ്ഞ ഈ അസ്ഥിയെ എങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നത് എന്ന് ആ യുക്തിവാദി ചോദിക്കുന്നു. ഖുൽ, പറയൂ നബിയെ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, നിന്റെ കൈവശം ഇതിന് ജീവൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അസ്ഥി ഉണ്ടെങ്കിൽ, ഈ അസ്ഥിയിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നതിന്റെ എവിഡൻസ് ആണെങ്കിൽ, മജ്ജയും മാംസവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ട് എന്നതിന്റെ എവിഡൻസ് നിന്റെ കയ്യിലുള്ള അസ്ഥി തെളിവാണെങ്കിൽ, ആ മജ്ജ മാംസാത്മാവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അവൻ വന്നത് എന്നതിനും ഇത് തെളിവാണെങ്കിൽ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ എന്ന ആയത്ത് കൊണ്ട് ആ യുക്തിവാദിക്ക് ശക്തമായ മറുപടി കൊടുത്തു. ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്, അതിന്റെ പ്രസക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ഒരു കയ്യിൽ ഒരു അസ്ഥി ഉണ്ട്. ഈ അസ്ഥി ഒരു മജ്ജ മാംസമുള്ള ഒരു മനുഷ്യന്റെ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആ തെളിവ് അയാൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ, ഉള്ള ഒരാൾ ഇല്ലാതായി പോയാൽ എന്തുകൊണ്ട് പടച്ചവൻ അങ്ങനത്തെ ഒരാളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാ എത്ര പ്രസക്തമായ മറുപടിയാണ് നൽകിയത്. ഈ മറുപടി സത്യത്തിൽ പ്രപഞ്ചത്തിൽ, ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നേ. ഏതെങ്കിലും ഒരു വസ്തു ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് അവർ തന്നെ പറഞ്ഞതാണ്. മെറ്റീരിയൽ വേണ്ടാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥവും തനിയെ ഉണ്ടാവാൻ സാധ്യമല്ല. ഇതിനെ അടിവരയിട്ടുകൊണ്ട് ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു പറഞ്ഞ ഒരായത്ത് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിതാണ്, യാ അയ്യുഹൻ നാസു ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലം യജ്തമഉ ലഹു വഇൻ യസ്ലുബുഹും അദ്ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു ലഅഫ അത്താലിബു വൽ മത്ലൂബ് മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങ് അവതരിപ്പിച്ച് തീർക്കലാണ് 12 മണിക്കൂർ ഇൻഷാ അല്ലാഹ്. ഇത് കൂടുതൽ നമ്മൾ പറയേണ്ടതാണ്, ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ പറയാൻ തെറ്റുണ്ട്. നമ്മൾ ഇനി ബൈബിളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. യാ അയ്യുഹന്നാസോ, ജനങ്ങളെ, ദുരിബ മസലൻ ഫസ്തമിഉ ലഹു, നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാം, നിങ്ങൾ കേൾക്കും. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയെങ്കിലും ഇലാഹായി കണ്ടു വിളിക്കുന്നുവെങ്കിൽ, ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരീച്ചയെ പടയ്ക്കാൻ പോലും അവർക്ക് കഴിയില്ല. വലം യജ്തമഉ ലഹു, അവരൊന്നടങ്കം ഒരുമിച്ച് കൂടിയാലും. അവിടെ ലെന്നാണോ ലെമ്മാണോ? ലെന്നാണ്. നമ്മൾ പഠിച്ചു, ലെൻ എന്ന് പറഞ്ഞാൽ ഇല്ലം തഫ്അലു വലം തഫ്അലു. ലെൻ വന്നാൽ ഒരിക്കലും പറ്റാത്തതിനാൽ ലെൻ ഉപയോഗിക്കാം, അല്ലേ? വലം തഫ്അലു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരോടാണ് പറഞ്ഞത്, മുസ്ലിങ്ങളോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമല്ല. ളുരിബ മസലൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ വലം യജ്തമഉ ലഹു, ഭൂമിയിലുള്ള സർവ്വജനങ്ങളും, ബുദ്ധിജീവികളും, നിരീശ്വരവാദികളും, ഭൗതികവാദികളും, സാക്ഷരരും നിരക്ഷരരും, ഗോത്രകുല ജാതരും അല്ലാത്തവരും ഒരുമിച്ച് കൂടിയാലും ലൻ യഖ്ലുഖൂ ദുബാബ, ഒരീച്ച, ദുബാബ് എന്ന് പറഞ്ഞ ഈച്ച, ഒരു ഈച്ചയെ പടയ്ക്കാൻ അവർക്കാർക്കും സാധ്യമല്ല. വഇൻ യസ്ലുബുഹും അദ്ദുബാബു ശൈഅ, അവരിൽ നിന്ന് വല്ലതും ഈച്ച തട്ടിയെടുത്തുകൊണ്ട് പറന്നുപോയാൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ ഈച്ചയെന്ന് തിരിച്ചു വാങ്ങാൻ പോലും പറ്റാത്ത ഇവന്മാരാണോ അല്ലാഹ് ഇല്ലെന്ന് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈച്ച എന്നെ തട്ടിക്കൊണ്ടുപോയാൽ ആ ഈച്ചയുടെ ചുണ്ടി നടക്കാൻ പറ്റുമോ? എത്ര രസകരമായ
എത്ര ആശയപരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട ആ കാലഘട്ടത്തിന്റെ ആ ആയത്തിന്റെ പ്രസക്തി പ്രപഞ്ചത്തിൽ ഒരൊറ്റ വസ്തുവും തനിയെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പറ്റില്ല എന്നത് പ്രപഞ്ചത്തിന്റെ തെളിവാണ്. ഭൂമിയുടെ പ്രായം 450 കോടിയുള്ളൂ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിത്തിങ്, ബിൽ ബ്രൈസന്റെ പുസ്തകത്തിൽ അതുണ്ട്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിത്തിങ്, അമേരിക്കക്കാരനായ എഴുത്തുകാരനാണ്. 450 കോടി കൊല്ലമേ ആയുള്ളൂ ഭൂമി ഉണ്ടായിട്ട്, അതിനു മുമ്പ് ഭൂമിയില്ല. അതുപോലെ തന്നെ പ്രപഞ്ചം, ഈ കാണുന്ന ആകാശ ഭൂമികളെല്ലാം ആദ്യ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ മെറ്റീരിയൽ വേൾഡിനപ്പുറത്തുള്ള ആളുടെ ഇടപെടൽ നടന്നിട്ടുണ്ട്. ആ ഇടപെടൽ ആരാണ് നമുക്കറിയില്ല. അതുകൊണ്ട് ആർക്കും ഒരു വസ്തുവിന്, ഒരു ഈച്ചയെ പടയ്ക്കാൻ, ഈച്ച ചത്തുപോയ ഇന്ന് ലോകത്തുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവർ കണ്ടെത്തിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഈച്ചയ്ക്ക് ജീവൻ കൊടുക്കാൻ, ഒരു ആത്മാവ് കൊടുക്കാൻ ലോകത്തുള്ള ഒരൊറ്റ ശക്തിക്കും കഴിയില്ല എന്നത് 2024 ഇനി 1000 കൊല്ലം കഴിഞ്ഞാൽ അത് സംഭവിക്കുമോ? 1000 കൊല്ലം കഴിഞ്ഞാലും ഇന്നത്തെ തിയറി അനുസരിച്ച് കൊണ്ട് സംഭവിക്കില്ല എന്നതും തെളിവല്ലേ? അപ്പോൾ സർവശക്തനായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ സമയത്ത് പ്രവാചക പുങ്കവരുടെ മുന്നിൽ മർദ്ദനങ്ങളും ഇടിയും തൊഴിയും കൊണ്ട്, തഫ്സീറിലുണ്ടല്ലോ, തായിഫിൽ ചെന്നിട്ട് ഒരു മരത്തിലങ്ങ് കെട്ടിപ്പിടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലെടുത്തെറിഞ്ഞിട്ട് കൈകാലുകളൊക്കെ പൊട്ടി ചോര ഒഴുകി. ഇപ്പൊ പറഞ്ഞു, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞിട്ട് ചോര വാർന്നൊലിക്കുമ്പോ ഒരു ഈത്തപ്പന മരത്തിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ആ പറയുമ്പോ കണ്ണുനീരും ചോരയും കൂടെ കലരുകയാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മ ജനിച്ച എന്റെ ഉമ്മയുടെ ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ. ഞാൻ വന്നത് നിന്റെ തൗഹീദ് ഇവർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. എന്റെ വാപ്പയുടെ ആൾക്കാർ എന്നെ ആക്ഷേപിച്ചു, ആക്രമിച്ചു. പക്ഷെ ഇവിടെ നിന്ന് കിട്ടിയത് അതിനേക്കാൾ 10 മടങ്ങ് ശിക്ഷയാണ്, മർദ്ദനമാണ്. അള്ളാഹുവേ, മുഹമ്മദ് ഏറുകൊണ്ടതും മുഹമ്മദിന്റെ ശരീരത്തിൽ പരിക്ക് പറ്റിയതും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നീ എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അള്ളാഹുവേ ഞാൻ ഈ കൊണ്ട ഏറും, ഞാൻ അനുഭവിച്ച വേദനയും യാതനയും എന്റെ കണ്ണുനീരും. പക്ഷേ നീ എന്നെ കൈവിട്ടാൽ, ഇവർ മുഴുവനും കൈവിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നീ ഉണ്ടെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നീ എന്നെ കൈവിട്ടാൽ അല്ലാഹുവേ എനിക്ക് പിന്നെ ആരാളുള്ളത് എന്ന് പറഞ്ഞ് ആ ഈത്തപ്പന മരത്തിൽ കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് നോക്കിയിട്ട് കണ്ണുനീരും രക്തവും കലർന്ന ആ പശ്ചാത്തലത്തിൽ ജിബ്രീൽ പോലും കരഞ്ഞുപോയ, അപ്പനാ ജിബ്രീൽ പറഞ്ഞത് എടുത്ത് മറിക്കട്ടെ എന്ന് ചോദിച്ചാൽ അന്നേരം ആ രംഗം കണ്ട് ജിബ്രീലിന് പോലും സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ടാണ്, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആശ്വസിപ്പിച്ച സൂറത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പല സബബുൻ നുസൂല് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സബബുൻ നുസൂൽ ഇതാണ്. അത്രത്തോളം പ്രവാചകനെ അനുഭവിക്കുന്ന സമയത്ത് ഈ ആയത്ത് ആ ഭൗതികവാദികളുടെ മുമ്പിൽ, യുക്തിവാദികളുടെ മുമ്പിൽ കർശനമായി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നേരിടുന്നത് മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ, 8 തട്ടുള്ള പാത്രത്തിൽ കൊണ്ടുവന്ന ചോറ് വയറ് നിറച്ച് കഴിച്ചിട്ട് പത്രവും വായിച്ച് ഇരിക്കാനുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്താനുള്ള ആ അനുഭവം, ആ ഭാഗ്യം കിട്ടിയത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അനുഭവവും ആ ഈമാനുമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഇത് രണ്ടും ഇത് കഴിഞ്ഞ് ഭാഷാ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് സൂറത്തുൻ നൂഹിൽ ഒരു തെറ്റുണ്ടെന്നും പറഞ്ഞു. അടുത്ത പണി ഇത് രണ്ടും തീർന്നവര്. സൂറത്തുൻ നൂഹിലാണ്, 24-ാമത്തെ ആയത്താണ് പറഞ്ഞത്. അപ്പൊ വലിയ ഭാഷാ പണ്ഡിതന്മാരോട് ചോദിച്ചു, കുബ്ബാറനോ? നമ്മൾ ആരും കേട്ട് പരിചയമില്ലാത്തൊരു പദമാണല്ലോ ഈ കുബ്ബാറ. മക്കറൻ കുബ്ബാറ. ഒരു വലിയ ചതി, ഒരു കൊലച്ചതി, ഒരു തന്ത്രം അവർ ആവിഷ്കരിച്ചു എന്നാണ് അതിന്റെ ആശയം. കുബ്ബാറനോ? ഞങ്ങൾക്കാർക്കും ആ ഒരു പരിചയമില്ല, മുഹമ്മദ് ആ ഒരു കുബ്ബാറായിട്ട് വന്നു പറഞ്ഞു. നബീന്റെ സഹാബത്ത് സിദ്ദീഖ് തങ്ങളെ പോലുള്ള ആൾക്കാരാണല്ലോ. അവരൊന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അപ്പുറത്ത് ചർച്ച, കാബത്തിന്റെ അടുത്താ ഇരുന്ന് ചർച്ച, കുബ്ബാറൻ മുഹമ്മദ് ഒരു പുതിയ വാക്കുമായിട്ട് വന്നു. അപ്പൊ പറഞ്ഞ് ഇവരെല്ലാം കൂടി ഈ ഭാഷാ പണ്ഡിതന്മാര് അറബി ഭാഷയിലെ എല്ലാ പ്രയോഗങ്ങളും അറിയുന്ന ഒരു വയസ്സൻ, ഒരു എല്ലാ ഗോത്രത്തിന്റെ ഭാഷയും അറിയുന്ന ഒരാള് കുറച്ചു ദൂരെ യാത്ര ചെയ്താൽ താമസമുണ്ട്, ഒരു മൂപ്പിലാനാണ്, അയാളടുത്ത് പോയി ചോദിക്കാം. അത് അയാൾ ഫൈനൽ ചെയ്താ മുഹമ്മദ് പറഞ്ഞ സത്യ,
അയാൾ തെറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം. ആ തീരുമാനത്തിലെത്തി. സഹാബത്ത് ഈമാനുള്ളവരാണല്ലോ, അവർക്ക് പേടിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഇവർ പോയി ഒരു വണ്ടിക്കകത്ത്, ഒരു ഒട്ടകത്തിന്റെ പുറത്ത്, കുറെ പേര് ബാക്കിലെത്തി. കുറെ ദൂരം അവിടെ ചെന്നപ്പോ ഒരു സ്ത്രീ ആ വീട്ടിന്റെ വാതിക്കലുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്തി. ആ മൂപ്പിലാനുണ്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര ഉറക്കമായി. ഇപ്പൊ ചെന്ന് വിളിച്ചാ ചൂടാവും. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ ഉറങ്ങുമ്പോ വിളിച്ചാ ഓതുവൊക്കെ മുറിയുന്ന വർത്താനം പറയും. പെട്ടെന്ന് അയാളെ വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്ത് ഈത്തപ്പഴമൊക്കെ തിന്ന് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ കുടിച്ച് എതിരാളികൾ, സഹാബത്തല്ല, അപ്പുറത്ത് അവർ നിൽക്കുക. 2-3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ ഇയാൾ ഉറങ്ങുമല്ലോ. ഇയാൾ നേരെ എനിക്ക് തോന്നുന്ന നേരത്തെ ഇച്ചിരി മിനിങ്ങേട്ടാണ് കിടക്കാൻ തോന്നും. അവസാനം ഇവർക്ക് പോകണം സന്ധ്യക്ക്. എന്നിട്ട് എന്തും വരട്ടെ എന്ന് കരുതി ഒരാളെ ഇന്ന് കാലിത്തട്ടി. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് മൻ യംഖുറു മക്റൻ കുബ്ബാറ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റുന്നത്. ഓഹ്, നിങ്ങൾ നോക്കിയ റസൂലുള്ളാഹിന്റെ ഖുർആന്റെ ഇജാസ് കണ്ടോ? മൻ യംഖുറു മക്റൻ കുബ്ബാറ. ആരാ എന്നാ വന്ന് ഈ പണി കാണിച്ചത്? കുബ്ബാറൻ. ഇവരുടെ മുഖം അങ്ങ് ചുമങ്ങി. ഇത് സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല. കുബ്ബാറൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ കുബ്ബാറൻ എന്ന പദം ആ ഭാഷയിൽ ആ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിൽ നിന്ന് മസ്ഥാനത്തായി പോയെങ്കിലും പ്രായോഗിക തലത്തിൽ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇയാൾ അത് അള്ളാഹു അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ആ ഇജാസ്, അതാ ബൂസരി പറഞ്ഞത്. റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ റദ്ദൽ ഉയൂനി യദൽ ജാനി അനിൽ ഹുർമി. ഒരു പൗരുഷമുള്ള പുരുഷൻ അവന്റെ പ്രിയതമയുമായി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ, അരോഗ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ അവന്റെ വധുവുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ, അവളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വന്നാൽ, അവളുടെ ശരീരത്തിൽ ഒരു നഖക്ഷതം കൊണ്ടുപോലും തന്റെ പെണ്ണിനെ നോവിക്കാത്ത തരത്തിൽ ഈ ചെറുപ്പക്കാരൻ ഇവളെ രക്ഷപ്പെടുത്തിയെടുക്കുമോ, അതേപോലെ ഖുർആൻ അതിന്റെ ബലാഗത്ത് കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതാണ്. റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ റദ്ദൽ ഉയൂനി യദൽ ജാനി അനിൽ ഹുറൂമി. ഖുർആൻ അതിന്റെ സാഹിത്യം കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു എന്ന് ബുസ്രീമാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് ഈ കുബ്ബാറൻ എന്ന വാക്ക് കേട്ട് ഇയാൾ ഓടുന്ന ആ ഒരൊറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈക്ക് പിടിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നാണ് പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളെ അതിജയിച്ചു എന്നുള്ള. ഇനി ഞാൻ വേറെ തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അതായത് എന്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ്, നിങ്ങൾക്കറിയാം. ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എത്ര അക്ഷരങ്ങൾ വരും? MUHAMMED മുഹമ്മദ്. SHAFI ഏതാണ്ട് 13 അക്ഷരം വരുന്നുണ്ട് അല്ലെ? ഈ 13 അക്ഷരങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് എഴുതിയിട്ട് ഒരു M ഇട്ട് ഒരു 13 അക്ഷരം എഴുതിയിട്ട് ഞാനൊരു കുപ്പിക്കകത്തോ ഒരു പാട്ടയ്ക്കകത്തോ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കുകയാണ്. കുലുക്കിയിട്ട് എന്റെ ഈ പേരുകൾ M ആദ്യം വരണം, രണ്ടാമത് U വരണം, മൂന്നാമത് H വരണം. 13 അക്ഷരങ്ങളും ഒരേപോലെ ഓർഡർ അനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നടക്കുമോ? നടക്കില്ലെങ്കിൽ എന്തുകൊണ്ട്? നടക്കുമെങ്കിൽ എത്ര കാലം പിടിക്കുമെന്നതാണ്. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ വേറെ തെളിവ് പറയാൻ വേണ്ടിയിട്ടാണ്. ചായ കുടിച്ചോളൂ. മധുരം കുറവ്. എല്ലാവരും ഒരുപോലൊക്കെയാണ്. ഞാൻ വിളമ്പി തരേണ്ടതാണ്. എല്ലാം കൂടെ ആയിക്കോട്ടെ. മഴയത്ത് ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ? കെസ്റ്റിൽ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ചോറ് കഴിച്ചവർക്ക് ഒരു 12 മണിക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ശ്രദ്ധിച്ചോളൂ. ഈ അക്ഷരങ്ങൾ എന്റെ ഈ അക്ഷരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒരു പാട്ടയിൽ ഇട്ടിട്ട് അത് കുലുക്കിയാൽ
രണ്ടാമത് എടുക്കുമ്പോൾ ആദ്യം എം കിട്ടണം, മൂന്നാമത് യു കിട്ടണം, രണ്ടാമത് യു കിട്ടണം, മൂന്നാമത് എക്സ് കിട്ടണം എന്നത് 470 കോടി കൊല്ലം ഞാൻ പരിശ്രമിച്ചാലും ഒരു ചാൻസ് പോലും ഇല്ല എന്നാണ് മാത്തമാറ്റിക്സിന്റെ തിയറി. നിങ്ങളെ പേരൊന്ന് എഴുതി നോക്കിയോ നിങ്ങള്. ഒരു കുപ്പിക്കകത്ത് പള്ളി പോകുമ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്വന്തം പേരൊന്ന് എഴുതിയിട്ട് ഈ 2 അക്ഷരമൊക്കെ ചിലപ്പോ വരാം, 2 അക്ഷരമുള്ള ആരും ഈ കൂട്ടത്തിലില്ല. ഇത്രയും അക്ഷരങ്ങളുള്ള ഒരാള് അവിടെ പേരെഴുതിയിട്ട് ആദ്യം കറക്റ്റ് ഓർഡർ അനുസരിച്ച് വരിക എന്ന് പറഞ്ഞാൽ 470 കോടിയിൽ ഒരു ചാൻസ് പോലും ഇല്ല എന്നാണ് മാത്തമാറ്റിക്കലായിട്ട് വന്നത്. എങ്കിൽ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സെല്ലുകളുടെ എണ്ണം 30 ഇട്ടിട്ട് എത്ര പൂജ്യമാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 30 ഇട്ടിട്ട് 12 പൂജ്യം ചേർത്താൽ എത്ര വരുമോ അത്രയും സെൽസുകളാണ്, കോശങ്ങളാണ് എന്റെയും നിങ്ങളുടെ ഈ ശരീരത്തിലുള്ളത്. അപ്പൊ എത്ര വരും? 30 ഇട്ടിട്ട് 12 പൂജ്യം ഇട്ടാൽ ആ പറഞ്ഞത് ഒന്നുകൂടെ, അതായത് തെറ്റുള്ള തിരിച്ചു തരാമല്ലോ. അതായത് നമ്മളിപ്പോ നോക്കുമ്പോ എന്റെ ശരീരവും നിങ്ങളുടെ ശരീരവും ഒരുപോലെ ഇരിക്കും. പക്ഷെ ഇത് ചെറിയ ചെറിയ അടുക്കുകളാണ്. ആ അടുക്കുകൾക്ക് പറയുന്ന പേരാണ് കോശം, ഇംഗ്ലീഷിൽ സെൽ എന്ന് പറയും. ആ സെല്ലുകൾ ആകെ ഉള്ളത് 30 ഇട്ടിട്ട് 12 പൂജ്യം വലത്തോട്ട് എഴുതണം. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 30 ലക്ഷം കോടി വരുന്നുണ്ട്. 30 ലക്ഷം കോടി ശരീരത്തിലെ കോശങ്ങൾ കൃത്യമായി ഒന്നിനു ശേഷം അതേ വരാൻ പാടുള്ളൂ. ആ കോശത്തിന് ശേഷം അടുത്ത കോശമേ വരാൻ പാടുള്ളൂ. ലൈംഗിക കോശം മൂക്കിന്റെ ഭാഗത്ത് വരാൻ പാടില്ല. അപ്പൊ ശരീരത്തിനകത്ത് 30 ലക്ഷം കോടി കോശങ്ങൾ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയുടെ ശരീരത്തിൽ കൃത്യമായി സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തിലും ഈ 30 ലക്ഷം കോടി അല്ലെങ്കിൽ 30 ട്രില്യൺ എന്നാണ് പുതിയ കണക്ക്. 30 ട്രില്യൺ കോശങ്ങൾ അല്ലെങ്കിൽ 30 ലക്ഷം കോടി കോശങ്ങൾ എക്ക് ശേഷം ബി, ബിക്ക് ശേഷം സി, അലിഫ്, ബാ, ആ ഓർഡർ അനുസരിച്ച് കൊണ്ട് കൃത്യമായി വന്നെങ്കിലേ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുകയുള്ളൂ. എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ആകമാനം ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും ജനിക്കാനിരിക്കുന്നവരുടെയും ശരീരത്തിൽ ഇത്രയും സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഈ കോശങ്ങളെ കൃത്യമായി അടുക്കിയിരിക്കുന്ന ആളോട് ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ കാരണം കൊണ്ട് ബാത്തിലാണ്. അവിടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം, കണക്ക് പറഞ്ഞിട്ടില്ല. അത് കണക്ക് പറയേണ്ട ജോലി പറയേണ്ടടുത്ത് ഖുർആൻ പറയും. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. ഞാൻ സൂറത്ത് ആയത്ത് നമ്പർ തരാം, അത് റഫറൻസ് വേണ്ടവർക്ക്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فقصرنا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. സൂറത്തുൽ മുഅ്മിൻ അല്ലേ? മുഅ്മിൻ സൂറത്ത്. അവിടെ പറഞ്ഞത് മനുഷ്യനെ ഒരു കണിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അതിനെ ബീജമാക്കി, അതിനെ ഭദ്രമായൊരു സ്ഥലത്ത് വെച്ചു. ഭദ്രമായ സ്ഥലത്ത് വെച്ച ബീജത്തെ രക്തക്കട്ടയായി, മാംസപിണ്ഡമായി, മാംസപിണ്ഡത്തെ എല്ലുകളായും, എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞും, അങ്ങനെ ഒരു പൂർണ്ണ രൂപത്തിൽ ഒരു മനുഷ്യനെ എത്തിച്ചത്. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇത്ര നന്നായി സൃഷ്ടിക്കാൻ അല്ലാഹക്കല്ലാതെ ആർക്കാണ് പറ്റുക? അല്ലാഹ് എത്ര പരിശുദ്ധനാണെന്നാണ്. അബ്ദുല്ലാഹിബ്നു അബീ സർഹ് എന്ന് പറഞ്ഞ ആൾ ആദ്യം മുശ്രിക്കായതും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നത് ഈ ഒരൊറ്റ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഇയാൾ ഇരിക്കുമ്പോ ഈ റസൂലുള്ളാഹിക്ക് വഹി വരുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുന്നവർക്ക് ചില എഫക്റ്റ് ഉണ്ടാവും ഇല്ലേ? ഇമാം മുസ്ലിമിന്റെ ഹദീസിലുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തേനീച്ച മൂളുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വന്നപ്പോ മൂളുന്നത് കേട്ടുന്ന ഒരു ചെറു. അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹിക്ക് വേഗം എത്തിയ ആയത്ത്. അപ്പൊ ഒരു ചെറിയ റിഫ്ലക്ഷൻ എന്ന നിലയിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് അബ്ദുല്ലാഹിബ്നു അബീ സർഹിനും കിട്ടി. പെട്ടെന്ന് ഇയാൾ ഇത് പറഞ്ഞു,
സഹാബിയാണ്. പിന്നെ അദ്ദേഹം റിദ്ദയിൽ നിന്ന് തിരിച്ചു വന്നു. പെട്ടെന്ന് ഇത് വന്നു റസൂലുള്ളാഹി എഴുതാനും പറഞ്ഞപ്പോൾ ഇയാൾ ചിന്തിച്ചു, എന്റെ മനസ്സിലും അത് വന്നല്ലോ എന്ന് ചിന്തിച്ചു. കാരണം നബിക്ക് ഇറങ്ങിയ വഹി ആദ്യം നബിക്ക് അത് കിട്ടി. ഇയാൾക്കൊരു ചെറിയ റിഫ്ലക്ഷൻ ആ കൽവിന്ന് പുറത്ത് കിട്ടി അബ്ദുല്ലാഹ് ബിൻ അബീ സർഹിന്. അപ്പൊ ഇയാള് പറഞ്ഞു, ഇയാൾ ഇസ്ലാം മതം വിശ്വസിച്ചിട്ട് പോവാ ചെയ്തത്. പിന്നീട് മക്കം ഫത്തഹിന്റെ അന്ന് അദ്ദേഹം തിരിച്ചു വന്ന് മാപ്പ് ചോദിച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈജിപ്തിന്റെ ഗവർണറായി മാറുകയും മരിക്കുന്ന സമയം വരെ അദ്ദേഹം വലിയ ഭക്തിയിൽ ജീവിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഇതിലെ തെളിവ്, ഇതിന്റെ പോയിന്റ് എന്താണ്? 30 ഇട്ടിട്ട് 12 ഇട്ടാൽ അത്രയും വരുന്ന കോശങ്ങൾ അഥവാ സെല്ലുകൾ അടുക്കി കൃത്യമായി വെച്ചെങ്കിലേ ഒരു മനുഷ്യ ശരീരം പ്രവർത്തിക്കുള്ളൂ എങ്കിൽ മുഹമ്മദ് ഷാഫി അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുകളെയും അക്ഷരങ്ങൾ കൂട്ടിയിട്ട് ആ കൂട്ടിയ അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും അതേപോലെ ആക്കിയെടുക്കാൻ യാദൃച്ഛികത എന്നത് 470 കോടിയിൽ ഒരു പ്രാവശ്യം പോലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നെങ്കിൽ ഇത്ര കൃത്യമായി സൃഷ്ടിക്കാൻ കഴിവുള്ള രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് അതിനകത്ത് ഈമാൻ തരുമാറാവട്ടെ, വിശ്വാസം തരുമാറാവട്ടെ. എന്നിട്ട് അടുത്ത ഒരു ചോദ്യം ഉണ്ട് അള്ളാന്റെ. ഞാൻ ചിന്തിച്ച പടച്ചവനെ, അള്ളാഹ് എന്താ അങ്ങനെ ചോദിച്ചെന്ന്. അഫറഅയ്തും മാ തുംനൂൻ, അത് സൂറത്ത് വാഖിഅയിലാണ്. അഅൻതും തഖ്ലുഖൂനഹു അൻ നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾ വിസർജിക്കുന്ന ഇന്ദ്രിയത്തെ കുറിച്ച്, ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനീനെ കുറിച്ച് അള്ളാഹ് ചോദിക്കാം. കാരണം ഈ 30 ഇട്ടിട്ട് 12 ഇട്ടാൽ അത്രയും വലിപ്പം വരുന്ന എണ്ണമുള്ള സെല്ലുകൾ ഉള്ള ഒരു മനുഷ്യ രൂപത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിന്റെ പ്രാഥമിക കണികയാകുന്ന മനിയ വേണം. ആ പ്രാഥമിക കണികയാകുന്ന മനിയിനകത്ത് 46 ക്രോമസോമുകളിലെ 23 ക്രോമസോമുകളിനകത്ത് ഇതിന്റെ ഫംഗ്ഷൻ കൈകാര്യം ചെയ്തു വെച്ചിരിക്കുന്നു എന്നതാണ്. പടച്ചവൻ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും നമ്മുടെ മക്കൾക്ക് ഈമാനും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അത് നിങ്ങളാണോ പടച്ചത് അതല്ല നാം ആണോ പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ അത്ഭുതം എന്താണെന്നറിയോ? ഇതിന്റെ നിർമ്മാണം ഒരു അത്ഭുതം. ഒരു 12 വയസ്സ് പ്രായം എത്തുന്ന സമയത്ത് ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ 13 വയസ്സ് അവൻ ബുലൂഗാവാൻ തുടങ്ങുന്ന പ്രായം വരെ തലച്ചോറിന്റെ അകത്ത്, തലയോട്ടിക്കകത്ത് ഹൈപ്പോതാലമിസ് എന്ന പേരിൽ ഒരു സാധനത്തെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്കുള്ളിൽ. ഈ ചെവിയുടെ മുകളിൽ ഇരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കറണ്ട് കൊടുക്കുന്നത് പോലെ ഹോർമോൺ കൊടുത്തുകൊണ്ടിരിക്കും. 12 വയസ്സ് കഴിഞ്ഞ് 13 വയസ്സാകുമ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ജനനേന്ദ്രിയത്തിൽ, അതായത് വൃഷ്ണത്തിന് ബീജമുണ്ടാവാനുള്ള സംവിധാനം കൊടുക്കുന്നത്. ആ വൃഷ്ണം ബീജം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ആഹാരം കൊടുക്കാൻ വൃഷ്ണത്തിന്റെ നേർമുകളിൽ സെമിനൽ വെസിക്കിൾസ്, കൂപ്പർ എന്ന പേരിൽ ചെറിയ കനാലുണ്ട്. ഇതൊക്കെ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. ആ കനാലിനകത്ത് ആഹാരം വെച്ചിരിക്കുകയാണ് ഇതിന് കഴിക്കാൻ. കഴിച്ച ഈ ബീജം പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന സമയത്ത് ആരോഗ്യവാനായ ഒരു പുരുഷന്റെ ശുക്ലത്തിന്റെ അളവ് 3/4 മില്ലി അളവ്, ആരോഗ്യവാന്റെ അല്പം കുറയാം. അതിനകത്ത് 1 മില്ലി ലിറ്ററിൽ 2 കോടി ബീജാണുക്കൾ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ കുട്ടി ഉണ്ടാവില്ല. 1 മില്ലി ലിറ്റർ ബീജത്തിൽ 2 കോടി ബീജാണുക്കൾ നിർബന്ധമായും വേണം. അതില്ലെങ്കിൽ കൗണ്ടിങ് കുറവാണെന്ന് പറയുന്നത് ഡോക്ടർമാർ മടക്കി അയക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്താനം ഉണ്ടാവില്ല. കൗണ്ടിങ് കുറവാന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ 2 കോടി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്രയും വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിനൊരു പിടിയില്ല. ഈ 2 കോടി ബീജാണുക്കളിൽ നിന്ന് അങ്ങനെ 3 എണ്ണി നോക്കുമ്പോൾ മിനിമം 6-ലധികം കോടി ബീജാണുക്കൾ ഉണ്ടെങ്കിൽ ഒരു സന്താനം ഉണ്ടാവും. ആ ഒരു ബീജാണുക്കളിൽ നിന്ന് സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിച്ച് ചേരുന്ന സിക്താണ്ഡത്തിൽ വെച്ച് ഈ ബീജാണുവിന്റെ തലയോട്ടി തുറന്ന് ഒരു വസ്തു ഈ അണ്ഡത്തിലേക്ക് സ്പ്രേ ചെയ്ത് ഇതിന്റെ പാരമ്പര്യം മൊത്തം ഇതിന് കൊടുത്തിട്ട് ഇത് 2 കോടി സൈഗോട്ട് എന്ന് പറയുന്ന ഒരു വസ്തുവായി മാറിയിട്ട് ഈ ഫംഗ്ഷനാണ് 30 മുതൽ 12 ചേർത്ത് വെച്ചാൽ വരുന്ന അത്രയും കോശങ്ങൾ എങ്ങനെ നിർമ്മിക്കണം എന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിച്ചെന്താ,
അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അത് നിങ്ങളാണോ പടച്ചത്, അതല്ല നാമാണോ? ആ ചോദ്യത്തിന്റെ പ്രസക്തി. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീന അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും, മരിപ്പിക്കും, എന്നിട്ട് പകരം ആൾക്കാരെ കൊണ്ടുവരാൻ ഈ ബീജാണുവിനെ സൃഷ്ടിച്ച എനിക്ക് എന്തുകൊണ്ട് കഴിയില്ല എന്നൊരു ചോദ്യം അല്ലാഹു തആല ചോദിക്കാൻ. ഇത് സൂറത്തുൽ വാഖിയയിലാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ സൂറത്തുൽ മുഅ്മിനിലാണ്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ഒരു 5 മിനിറ്റ് കൂടി ഇച്ചിരി കട്ടി വരുന്നത്, നമുക്ക് ബൈബിളിലേക്ക് വരാം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടി ആണാവുന്നതും പെണ്ണാവുന്നതും എങ്ങനെയാണ്? ഇപ്പൊ എൻ്റെ ഉമ്മ 8 പ്രസവിച്ചു. എൻ്റെ ഉമ്മ ഇന്ന് ദുൽഹജ്ജ് 19 മരണ ദിവസമാണ്. അല്ലാഹു മഗ്ഫിർ ലഹ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. ഞങ്ങൾ 6 പേരാണുങ്ങളാണ്. രണ്ടാമതാണ് 2 പെണ്ണുങ്ങൾ വന്നത്. ഞാൻ മുഹമ്മദ് ഷാഫി മൂത്താള്, രണ്ടാമത്തത് മുഹമ്മദ് സാലിഹ്, മൂന്നാമത്തെ മുഹമ്മദ് സദീഖ് ഹുവമാത്ത, 4-മത്തെ മുഹമ്മദ് റഫീഖ്, 5-മത്തെ മുഹമ്മദ് ഷഫീഖ്. അതാണ് ഷഫീഖ് ഫൈസി, ഇപ്പൊ നമ്മുടെ അഞ്ചങ്ങാളി പള്ളി ഇരിക്കുന്നത് ഉറച്ച സംസ്ഥക്കാരതാണ്. 6-മത്തത് പിന്നെ റഹ്മത്ത്, 7-മത്തത് സക്കീല. ഇടയ്ക്കൊരു കുട്ടി ഉണ്ടായിരുന്ന മരിച്ചുപോയി. അപ്പൊ ഈ 8 മക്കളെ പ്രസവിച്ചു. ഈ 6 ആണും 2 നിങ്ങളുടെയൊക്കെ ഉമ്മാമാരും ബാപ്പാമാരും അതുപോലെ ആണും പെണ്ണും. ഈ ആണ് പ്രസവിക്കുന്നതിന് പെണ്ണ് പ്രസവിക്കുന്നതിന് ഘടകവേദം. ഈ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് നടന്ന ഗവേഷണത്തില് സ്ത്രീക്ക് അതിനുള്ള കഴിവില്ല. അവൾക്ക് കുട്ടി ഉണ്ടാവണമെങ്കിൽ അവളുടെ മുട്ട വേണം, പിന്നെ അണ്ടം വേണം. പക്ഷെ പുരുഷനിൽ 2 ഘടകമുണ്ട്, എക്സ് വൈ. ഈ വൈ ആണ് എക്സിലേക്ക് പോകുന്നതെങ്കിൽ കുട്ടിയാണായിരിക്കും. വൈ ആണ് പോകുന്നതെങ്കിൽ കുട്ടിയാണായിരിക്കും. എക്സ് ആണ് പോകുന്നതെങ്കിൽ കുട്ടി പെണ്ണ് തന്നെ ആയിരിക്കും. എന്റെ പള്ളിയിൽ ആദ്യമായി ജോലി ചെയ്തൊരു മുക്രി, ഒരു മുഅദ്ദിനുണ്ട്. അദ്ദേഹത്തിന് ആദ്യം ജനിച്ചത് 6 പെൺപിള്ളാരാണ്. 300 രൂപയാണ് ശമ്പളം. അപ്പൊ ഞാൻ ചോദിച്ചു, മാമ ഈ 300 രൂപ കൊണ്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നെ ലജ്ജിപ്പിച്ചുകൊണ്ടൊരു മറുപടി തന്നു. 6 പെമ്മക്കളെ തന്ന പടച്ചവരറിയാം, 6 പുതിയാപ്പിളയെ തരാം. ഏതോ 6 അന്ന് ഞാൻ കല്യാണം കഴിക്കാത്ത അവക്കുമാര് ചോദിക്കാൻ പാടില്ല. 6 പെമ്മക്കളെ തന്ന പടച്ചവനറിയാം 6 പുതിയാപ്പിളമാരെ തരാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ എന്നെ പോലെ അതിശയിപ്പിച്ചുകൊണ്ട് നല്ല നല്ല പുതിയാപ്പിളമാർ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ രോഗശൈലിയാണ്, കൊല്ലം പള്ളിമുക്കിലാണ് അദ്ദേഹത്തിന്റെ പിന്നെ വീട്. അപ്പൊ ഈ പുരുഷ ബീജത്തിലെ എക്സ് വൈ എന്ന 2 ഘടകം, ഇത് ഖുർആന്റെ സൂചനയുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നജ്മിലെ 45-ാമത്തെ ആയത്താണ്. നജ്ം. തീർച്ചയായും ഇതിനൊന്ന് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളോട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോ. അവൻ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ ഇദാ തുംന, അവർ വിസർജിക്കുന്ന, പുരുഷൻ വിസർജിക്കുന്ന ബീജത്തിൽ നിന്നാണ് ആണിനെയും പെണ്ണിനെയും വന്നതാണ്. അപ്പൊ ഇവിടെ ചോദ്യം അഫറഅയ്തും മാ തുംനൂൻ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവസാനിപ്പിക്കാതെ മറ്റൊരു സ്ഥലത്ത് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദി എന്ന് സൂറത്തു ദഹ്റിൽ ഹൽ അത്താ അലൽ ഇൻസാനി ഹീനം മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് പറയുന്ന സ്ഥലത്ത് 2-മത്തെ ആയത്തിൽ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദി, കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന് ഉമ്മാടെയും ബാപ്പാടെയും. സോക്രട്ടീസ് പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്ക്. സോക്രട്ടീസ് പറഞ്ഞത് ഗർഭപാത്രത്തിൽ പുരുഷന്റെ ബീജം ചൂട പോലെ, നെത്തോലി പോലെ ചെറുതായിരുന്നു. ആ ചെറിയ നെത്തോലി ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്നതാണ്. പെണ്ണിന്റെ മെൻസസ് ബ്ലഡ് ആണ് ഗർഭപാത്രത്തിൽ ഇത് വളരാൻ പ്രചോദനം നൽകിയത് എന്ന് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനും ബിലാലിനും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഫറായിലും പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദി, കൂടിച്ചേർന്ന ബീജം. 23 ക്രോമസോം ഉമ്മ, 23 ക്രോമസോം വാപ്പ, ഈക്വലാണ്. അപ്പോഴാണ് 46 ക്രോമസോം ആവുക. അതാണ് ഒരു കോശം. സൂറത്ത് നജ്മിലുണ്ടത്. ഇനി ഇത് ഉമ്മാടെ ഗർഭപാത്രത്തിൽ ചെന്നാത് ജീവിക്കണ്ടേ? 3 അറയാ ഗർഭപാത്രത്തിൽ. 1 ആംനിയോൺ, 2 ഖോറിയോൺ, 3 ഡിസിഡുവ. ചിലര് സുട്ടുടുവേന്നൊക്കെ പറഞ്ഞു. ആംനിയോൺ, ഖോറിയോൺ, ഡിസിഡുവ. മായി ബേസിക്കൊക്കെ അറിയാം. അവിടെ ഒരുപാട് ഉസ്താദ്മാർ ഇപ്പൊ ഡിഗ്രി ഒക്കെ എടുത്തവരുണ്ട്.
ഖുർആൻ ആ പേര് പറഞ്ഞില്ല, 3 ഇരട്ടറേന്ന് പറഞ്ഞു. യഖ്ലുഖുകും ഫീ ബുത്തൂനി ഉമ്മഹാത്തികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 6-ാമത്തെ ആയത്ത് അല്ലേ? യഖ്ലുഖുകും ഫീ ബുത്തൂനി ഉമ്മഹാത്തികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ. 3 ഇരട്ടറയിൽ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിങ്ങൾ വളർന്നു. ഈ 46 ക്രോമസോമുകൾ, ഈ 46 ബീജാണുക്കൾ ഗർഭപാത്രത്തിനകത്ത് വളർന്നത് ഇത്ര കൃത്യമായി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നബിയുടെ മുമ്പിൽ നിന്ന് അബൂജാഹിലും ഉത്ബത്തും ശൈബത്തും അന്നത് കേട്ടിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ലോകത്ത് ഒരു ഇസ്ലാമിക വിരോധിയും പറഞ്ഞിട്ടില്ല. ഇന്ന് ഇരിക്കുന്ന മുസ്ഹഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിലുള്ള ആ മുസ്ഹഫിന്റെ പതിപ്പാണ്, അതിന് എതിരായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എങ്കിൽ ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിലും അതേപോലെ മദീന മ്യൂസിയത്തിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരനായ സെയ്ദ് ബിൻ സാബിത്ത് തങ്ങളുടെ കയ്യെഴുത്ത് പ്രതിയിലുള്ള ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആനിനകത്ത് ഈ 3 ഇരട്ടറയെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് യുക്തിവാദമായി, നമ്മുടെ യുക്തി കൊണ്ട് ലോജിക്കലായി ചിന്തിച്ചാൽ നിരക്ഷരനായ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അക്ഷരജ്ഞാനം ഉണ്ടെങ്കിൽ പോലും ഇത് പറയാൻ കഴിയുന്നത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ആ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് കേവലം ഒരു യുക്തിഹീനത കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കൂടുതൽ ആധികാരികമായി അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഈ ബീജാണുക്കളിലൂടെ പടച്ചു തമ്പുരാൻ നടത്തിയത്. അള്ളാഹു നമുക്ക് അതിനുള്ള ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഒരു ഭാഗമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, അടുത്തൊന്നൊരു ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ബഹിരാകാശ ജീവികൾ നമ്മോടൊപ്പം താമസിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ആ വാർത്ത കേട്ടിട്ടുണ്ടോ? തങ്ങൾ കേട്ടു. ഇതര ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ജീവികൾ നമ്മളോടൊപ്പം താമസിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവർ ചില ഉള്ളറകളിലാണ് വേഷം മാറി നടക്കുന്നുണ്ട് എന്നൊരു പുതിയ പഠനം ഒരു പ്രത്യേക സർവകലാശാലയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളും അവരുമാണ് ഈ ഭൂമിയിൽ ഇപ്പൊ താമസിക്കുന്നതെന്നാണ്. ഇതിനെക്കുറിച്ച് ഖുർആൻ വല്ലതും പറയാനുണ്ടോ? അങ്ങനെ ഇതര ഗ്രഹ ജീവികൾ ഉണ്ടോ? എന്റെ ശ്രദ്ധയിൽ വന്ന 2 ആയത്ത് ഞാൻ പറയാം. ഒന്ന് അശൂറ, സൂറത്ത് ഷൂറയില് ഒരായത്താണ്. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ഒന്ന് നോട്ട് ചെയ്തോളെ, കാരണം തെറ്റണ തിരുത്തി തരാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർളി, ആകാശത്തെ പടച്ചതും ഭൂമിയെ പടച്ചതും. വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വമാ, ഒന്നും ബസ്സ ഫീഹിമാ, ഭൂമിയിലും ആകാശത്തിലും അവൻ പരത്തി വെച്ചിരിക്കുന്നു, മിൻ ദാബത്തിൻ, ജീവികളെ, വഹുവ, ആ പരത്തി വെച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ, നിറച്ചു വെച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ, അലാ ജംഇഹിം, ആകാശ ജീവിയെയും ഭൂമിയിലെ ജീവിയെയും ഒരുമിച്ച് കൂട്ടാൻ, ഇദാ യശാഉ, തീരുമാനിച്ചാൽ, ഖദീർ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇതര ഗ്രഹ ജീവിയും മനുഷ്യനും തമ്മിൽ ഷേക്കാണ്ട് കൊടുക്കാൻ കഴിയുമെന്ന് ലോക ചരിത്രത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഖുർആനാണ്. ഈ ഗ്രന്ഥത്തിലെ തെറ്റുകൾ പോലും തിരുത്തിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പരിശുദ്ധ ഖുർആനാണ്. അപ്പോ ഒരു സംശയം വരും, ആയത്ത് മനസ്സിലായില്ലേ? അർത്ഥം അങ്ങനല്ലേ? അങ്കി മലക്കുകളായിക്കൂടെ? നമ്മൾ ഫിഖ്ഹ് പഠിച്ചിട്ടുണ്ട്, മലക്കുകൾ ആകാശത്താണ് താമസിക്കുന്നത്. അവർ ആകാശത്ത് താമസിക്കുന്നു. 2, 3, 4 ചിറകുകളുണ്ട്. ജിബ്രീലിന് 600 ചിറകുണ്ടെന്ന് ബുഖാരി. അപ്പൊ ഇവര് മലക്കുകളായിക്കൂടെ? കാരണം മരിക്കാൻ നേരം മലക്കുകൾ മനുഷ്യരും കാണുമല്ലോ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. മരിക്കാൻ കിടക്കുന്ന ആളിന്റെ അടുത്ത് മലക്കുകൾ വന്നിട്ട്, സത്യവിശ്വാസികളാണെങ്കിൽ അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കുകയാണോ, വലാ തഹ്സനു, വിഷമിക്കുകയാണോ, വേണ്ടട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം ഇതാണെന്ന് പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എങ്കിൽ ആകാശത്തുനിന്ന് മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി മരിക്കാൻ കിടക്കുന്ന ആളിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ആ മലക്കുകൾ മനുഷ്യരും കണ്ടുമുട്ടിയാൽ എന്ന് ആയിക്കൂടെ? മലക്കുകളല്ലാത്തവര് മനുഷ്യരുമായി കണ്ടുമുട്ടും എന്നത് ഈ ആയത്തിലുണ്ടെന്ന് വെച്ചാൽ തെളിവുണ്ട്. ആ ആയത്ത് ഞാൻ പറയാം. സൂറത്തു നഹ്ലില് 49-ാമത്തെ ആയത്ത്. ആയത്ത് ഇപ്പൊ ഐബുസ്താവുണ്ട്, മുദരിസാണ്, കാസിമി ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാം മുദരിസുമാരാ. ഞാൻ വായിക്കുന്ന തെറ്റുണ്ട്, അർത്ഥം തെറ്റിയാ പറഞ്ഞു തരണം. അതാണ് നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാ.
ധൈര്യം കൊണ്ടൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മജീദിനറിയാം, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടോ എനിക്ക് വിഷയത്തിൽ അറിവുണ്ടായിട്ടൊന്നുമില്ല. ഈ വമ്പനാട് ദർസിലെ ഖുത്ബത്തു തുലബ എന്ന് പറഞ്ഞൊരു സമാജത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാനവിടെ തുഫ ഖത്തർനദ ആയിട്ടാണ് ചെന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, റഅയ്തു അന്ന അംറൻ ജാലിസുൻ, തർക്കീബ് പറയാൻ പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്തു, ഇവൻ ഖത്തർനദയ്ക്ക് പറ്റിയ ആളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റഅയ്തു പറഞ്ഞു ഫേലും ഫായലും, അന്ന അമ്രൻ, അന്ന പറഞ്ഞു, അമർ പറഞ്ഞു ഇസ്മ, ജാലിസുൻ ഖബർ. അപ്പൊ ചോദിച്ചു റഅയ്തുന്റെ മഫൂലോടെ പോയി ചോദിച്ചു, ഫേലും ഫായലും അതാ മഫൂല് പറയണ്ടേ. അപ്പൊ ഞാൻ ഖത്തർനദ ഓതി അൽഫിലേക്ക് എത്താൻ പെട്ടെന്നുണ്ട് അപ്പൊ എനിക്ക് മഫൂല് കിട്ടില്ല. മജീദ് എന്ന് നമ്മളെ കാക്കാഴ മജീദ് കിട്ടില്ലേ, ഉണ്ട്. മജീദ് എന്ന് വളരെ പമ്മി ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളുടെ അബദ്ധം പറ്റിയപ്പോ ഉസ്താദ് ഇടയ്ക്കൊരു സെക്കൻഡ് ഇത് പറയുന്നതിന്റെ ഇടയ്ക്ക് ഉസ്താദ് സെപ്പറേറ്റ് മൂത്രപ്പടയാ, രണ്ട് അപ്പുറത്ത് ഞങ്ങളൊക്കെ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ കാസിം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തും, പുള്ളി സെയ്ദ് ദുഹാനു ഹാജ അതിന്റെ ആളാ. പുള്ളി എല്ലാ ദർസിലും കൂടും, മീസാനിലും കൂടും, ഇഹ്യയിലും കൂടും. മൂപ്പർക്ക് അങ്ങനൊന്നുമില്ല, അതിന്റെ ഗുണം പുള്ളിക്ക് ഉണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി വന്നപ്പോ ഉസ്താദിന്റെ പൊക്കമുള്ള ഒരു മുത്തല്ലിം ആയിരിക്കുമെന്ന് കരുതി ഈ മൂത്രപ്പരെ ബീഡിയും വലിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചിങ്ങനെ ഇങ്ങനെ നോക്കി, മുഖം കാണുന്നില്ല, വെട്ടമില്ല. അപ്പൊ ഈ ബീഡിയുടെ പ്രകാശത്തിൽ ഉസ്താദിനെ കാണാൻ വേണ്ടി അടുത്തോട്ട് ചെന്നിട്ട് ആരാന്ന് ചോദിച്ചു. ഇവിടെ ഉസ്താദ് ചമ്മി ലാസ്റ്റ് ഉസ്താദിന്റെ ഒരു ചുമ ആ താടിയും കൂടെ എങ്ങനെ വെട്ടത്തിൽ കണ്ടപ്പോ ഓടിയ ഓട്ടം. കാസിം മരിച്ചു പോയി, അത് പറയാൻ ഇഷ്ടം, അല്ലാഹു മഗ്ഫിർ ലഹു. കാസിം മരിച്ചു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു റഅയ്തു അന്ന അംറൻ ജാലിസുൻ. അപ്പൊ ഞാൻ പറഞ്ഞു തർക്കീബ് അറിയില്ല, മഫൂൽ അറിയില്ല. അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇന്ന് നമ്മുടെ സമസ്ത മുശാവറ അംഗമായ അബ്ദുസലാം ബാക്കവി, അന്ന് അവിടുത്തെ എന്റെ സീനിയർ വിദ്യാർത്ഥിയാണ് സലാം ബാക്കവി. അപ്പൊ ഇന്ന് വലിയ പണ്ഡിതനാണ്, നല്ല കിതാബിയാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സലാമിന്റെ അടുത്ത് പോവാ, പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോ തൽക്കാലം തൂഫാക്കി തുടങ്ങിയാൽ മതി, ഖത്തറിനതിലേക്കൊന്നും ആയിട്ടില്ല. അപ്പൊ ആ ഒരു സമയമാണ് എന്റെ. അപ്പൊ ഞാൻ താഴെ ഖുത്ബത്തുത്തലാഹിന്റെ ദർസ് സമാജത്തിന് വന്ന് പ്രസംഗിക്കാൻ മേലം ഞാൻ ധൈര്യം കിട്ടാൻ വേണ്ടി പറയും. അത് ബുഖാരി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, മുസ്ലിമിലുണ്ട എന്ന് പുസ്തകരിക്കെല്ലാം പറയാറുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞത് ഒരു ധൈര്യത്തിൽ പറയാണ്, നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, തിരുത്തുക. ഇവിടെ സൂറത്തു നഹ്ലിൽ വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വൽ അർളി, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വൽ അർളി വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ എന്ന് കാണാം. മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ഹാഫിദീങ്ങൾ ഉണ്ടല്ലോ അവിടെ, അല്ലേ? അങ്ങനല്ലേ ആയത്, അല്ലേ? അങ്ങനല്ലേ? വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി, ആകാശത്തുള്ളവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, ഭൂമിയിലുള്ളവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. മിൻ ദാബത്തിൻ, ജീവജാലങ്ങളിൽ നിന്ന്. വൽ മലായികതു, മലക്കുകളും സുജൂദ് ചെയ്യുന്നു. വഹും, അവർ ലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരികളല്ല. അപ്പോൾ മലക്കുകളല്ലാത്ത ആകാശ ലോകത്ത് പടച്ച തമ്പുരാന് സുജൂദ് ചെയ്യുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിന്റെ രാത്രിയിലും മിഅ്റാജിന്റെ രാത്രിയിലും കണ്ട ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വ ഖാലു സമഅനാ വ അതഅനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ എന്ന ആയത്തിറങ്ങുന്നത് ഇമാം സുയൂത്തി അൽ ഇത്ഖാനിൽ പറയുന്നത് സിദ്റത്തുൽ മുന്തഹയിൽ വെച്ചാണ്. ആ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച റസൂലുള്ള കണ്ട അത്ഭുതങ്ങളെ കുറിച്ച് സൂറത്തുൻ നജ്മിൽ പറഞ്ഞത് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അജിനാസ് ഓതി നമുക്കറിയാം, ഏറ്റവും വലിയ ദൃഷ്ടാന്തം റസൂലുള്ള കണ്ടുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് ഇതര ഗ്രഹ ജീവികളുമായി സംസാരിച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ല. ബുഖാരിയിൽ സൂചനയുണ്ട്, ലൗ തഅലമൂന മാ അലം ലലഹിത്തും ഖലീലൻ വലബകൈതും കസീറ നഹ്നു മആശറൽ അംബിയാഇ നതകല്ലമു അന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം എന്ന മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഞങ്ങൾ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് താഹ റസൂലുള്ളാഹി. മദീനയിലെ പച്ചക്കുപ്പയുടെ താഴെ ഉറങ്ങിക്കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ ആകാശ ലോകത്ത് വെച്ച് മുത്തുനബിയെ സ്വീകരിക്കാൻ അല്ലാഹു അല്ലാത്ത സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമായ നബി അവിടെ വരുമ്പോൾ ആ മുത്തുനബിയെ സ്വീകരിക്കാൻ തീർച്ചയായും ഇതര ഗ്രഹ ജീവികൾ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാവാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പൂർണ്ണ വിശദീകരണം നമുക്ക് തരാതിരുന്നത്. ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ പറയുന്നു, ആകാശത്തും ഭൂമിയിലും
ഉള്ളവർ അവന് സുജൂദ് ചെയ്യുന്നു, മലക്കുകളും സുജൂദ് ചെയ്യുന്നു എന്ന് പറയുമ്പോ മലക്കുകളല്ലാത്തവർ ആകാശത്തുണ്ട് എന്ന് കിട്ടി. അവരാരാണ്? ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ, ഞാൻ ശേഖരിച്ച റിപ്പോർട്ടർ ചാനൽ പറയാ അവിടെ ഉണ്ടാകുന്നത്, നമ്മൾ ചിലപ്പോ ആലപ്പുഴ പോയി ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോ അപ്പുറത്തിരിക്കുന്നത് അന്യഗ്രഹ ജീവി ആയിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകന്മാരുടെ അഭിപ്രായമാണ്. അവർ 2 പൊറോട്ടയും ചിക്കൻ ഞാൻ കഴിക്കുന്ന നോക്കിയിരുന്നാ മതി. നമ്മൾ ചിലപ്പോ നമ്മളെ പോലെ കഴിപ്പിക്കുന്ന ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ ഒരു ബുദ്ധി, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ, ലോജിക്കായി യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതന് പോലും പറയാൻ സാധിക്കാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കും. ഞാൻ ഈ കഴിഞ്ഞ ഖുത്തബാന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈജിപ്തിൽ പോയത്. അതിന് ഒരിക്കലും പോയിട്ടുണ്ട്. പോയപ്പോ ഈജിപ്തിലാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖബർ. നമുക്കൊക്കെ അത് പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ ഞങ്ങളെ അവിടെ കൊണ്ടുപോകണേ റഹ്മാനെ. നമുക്കൊക്കെ പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇബിസ്ഥാന്റെ അബ്ദുറഹ്മാൻ കാസിമിന്റെ തങ്ങന്മാരെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് പോവാം. വലിയ പൈസ ഒന്നും ഇല്ല, ഞങ്ങൾ വിഷമിക്കണ്ട. 1 ലക്ഷം രൂപ കിട്ടൂല്ലോ, ഒരു റമദാന്റെ പൈസ മതി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് നമുക്ക് എത്താൻ കഴിയാം. അതൊക്കെ കണ്ട് നമ്മൾ വരുന്ന സമയത്ത് കെയ്റോ മ്യൂസിയം ഉണ്ട്. കെയ്റോ മ്യൂസിയത്തിൽ ചെന്നപ്പോ ഒരു 30 മമ്മികളോടെ കിടക്കണം, ശവങ്ങൾ. ഈ 30 ശവങ്ങളുടെ കൂട്ടത്തിൽ സെത്തി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ആ പെണ്ണിന്റെ മുടി ഇങ്ങനെ ഈരിട്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ച് പടച്ചനെ 3500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫറോമാരുടെ ബോഡിയുണ്ട്. ചിലർ പറയുന്ന ഒരു ബോഡി അല്ല, റോയൽ മമ്മി മ്യൂസിയത്തിൽ 30ഓളം ശവങ്ങളുണ്ടോ. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിലും കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ബൈബിളിൽ ഖുർആനിലും എന്ത് പറഞ്ഞു എന്ന് നോക്കാം. ഇപ്പൊ എൻ്റെ അടുത്ത് ഫാദർ അനിൽ കൊടിത്തോട്ട ഞാൻ വിളിച്ചൊരു ചോദിച്ചു. ഞാനാൾ പറഞ്ഞു, നിങ്ങള് പുറത്തു വരണ്ട, വോയിസ് ഇതാണ്, തൗഹീദിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഇത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന നമ്മുടെ സഹോദര